കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പുകയുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് കൂടുതൽ കനക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർത്തുവെന്നും ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടർ ആക്രമിച്ചുവെന്നും ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ സൊറോക്ക മെഡിക്കൽ സെന്റർ ഭാഗികമായി തകർന്നു. ഇതിനിടെ പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും വിവരമുണ്ട്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഒരു അയവുമില്ല, സംഘർഷം രൂക്ഷമാകുന്ന ലക്ഷണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇടപെടലുകൾ, മധ്യസ്ഥ ശ്രമം കാര്യമായില്ല. റഷ്യയൊക്കെ ഇടയ്ക്ക് ഇടുന്നു എന്ന് പറഞ്ഞെങ്കിലും അതിനൊരു പരിമിതിയുണ്ട്. അമേരിക്ക ആകട്ടെ ഈ രണ്ടു പേർക്കിടയിൽ നിന്ന് രക്തം കുടിക്കുന്ന ചെകുത്താനായി, അല്ലെങ്കിൽ ഒട്ടനാടിൻ്റെ ഇടയിൽ രക്തം കുടിക്കുന്ന കുറുക്കനായി മാറുന്ന പശ്ചാത്തലമൊക്കെ ഒരുക്കുന്നുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത്? രഞ്ജിത്ത്, ഇതിലൊരു വ്യക്തത വരുന്നത്, അതായത് കനത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്നു ഇറാൻ ഈ ഇസ്രായേൽ ആക്രമണത്തെ എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ഇസ്രായേൽ കണക്ക് കൂട്ടിയിട്ടില്ല. ഒരു തരത്തിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഈ 7ാം നാളിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും ഇറാൻ പ്രതിരോധിച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ വലിയ പ്രത്യാക്രമണം ഇസ്രായേലിൽ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൊറോക്ക മെഡിക്കൽ സെന്ററിന് നേരെ ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം വലിയ നാശനഷ്ടമാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 10,000-ത്തിലധികം ആളുകൾ വന്നു പോകുന്ന, അല്ലെങ്കിൽ അത്രയും പേരെ ഉൾക്കൊള്ളാൻ ഒരേ സമയം ചികിത്സിക്കാൻ കഴിയുന്ന തരത്തിൽ സംവിധാനങ്ങളുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ, ഇസ്രായേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഒന്നാണ് സൊറോക്കോ മെഡിക്കൽ സെന്റർ. അവിടെയാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെ. കാരണം ആദ്യം ഇതിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഹോസ്പിറ്റലിനകത്തെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലേക്ക് കൂടി മിസൈൽ വന്ന് പതിക്കുന്ന കാഴ്ച, അങ്ങനെ പല കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ച, അങ്ങനെ ഭാഗികമായി ഒരു ആശുപത്രി തകർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്, ഇറാന്റെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട്. മറ്റൊന്ന്, ടെൽ അവീവിലും ഒപ്പം തന്നെ ജെറുസലേമിലുമൊക്കെ കൃത്യമായ രീതിയിൽ ആക്രമണം നടത്തുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം മുതൽ തന്നെ ടെൽ അവീവ് ഒപ്പം തന്നെ ജെറുസലേം അടക്കമുള്ള വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതായത് സിറിയൻ അതിർത്തി, ലെബനൻ അതിർത്തി, ഈ മേഖലയിൽ നിന്നും ഒക്കെ ആയിരുന്നു ഒരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അത് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗത്തേക്ക് മാറുന്നു എന്നുള്ളതാണ്. കാരണം ഈജിപ്റ്റ്, ജോർദാൻ അതിർത്തികളാണ് ഈ തെക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ളത്. ആ മേഖലയിൽ നിന്നും ഒരു തിരിച്ചടി ഇപ്പോൾ ഇസ്രായേലിനുണ്ടാകുന്നു. അവിടെ നിന്നുമൊക്കെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നു ഇറാൻ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും. എന്തെങ്കിലും ഈ ഒരു പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കാൻ ഈ അയൺ ഡോം അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു പരിധിവരെ കഴിയുന്നുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായും അതിനെ ഒന്നും നശിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ അയൺ ഡോമിൻ്റെ ശേഷി അത് ഞങ്ങൾ തകർക്കുമെന്ന് നേരത്തെ ഖമനേയി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇറാനിയൻ നേതാക്കൾ വ്യക്തമാക്കിയതായിരുന്നു. അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഇറാന്റെ ആക്രമണത്തിൽ ടെൽ അവീവിൽ 3 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. അതേസമയം ഇന്നലെ രാത്രി മുതൽ സമാനമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് ഇറാനിലേക്ക് നടത്തുന്നുണ്ട്. ടെഹ്റാന്റെ തെക്കൻ മേഖലയിലും വടക്കൻ മേഖലയിലും സമാനമായ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു. അതിലാണ് ഹെവി വാട്ടർ ന്യൂക്ലിയർ സംവിധാനം തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഇറാന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണം നടത്തുന്നു. മറ്റൊന്ന്, ഇസ്രായേലിന് ഒപ്പം അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രംഗത്തുണ്ട്. അമേരിക്ക ഇതുവരെയും നിലപാട് ശക്തമായി തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നിലവിൽ അവരുടെ യുദ്ധസന്നാഹങ്ങളൊക്കെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 3 വിമാനവാഹിനി കപ്പലുകൾ ഇതിനോടകം തന്നെ പശ്ചിമേഷ്യയും കടപ്പുറത്തേക്ക് അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി യുദ്ധവിമാനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. യൂറോപ്പിൽ ഇത് സംബന്ധിച്ച് നിരവധി യുദ്ധവിമാനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ യൂറോപ്പിലേക്ക് എത്തിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി നേരത്തെ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ അമേരിക്ക കൂടി ഈ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമാവുകയാണ്. വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നിലവിൽ ഇക്കാര്യത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട
ഒരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് തങ്ങൾ കടന്നിട്ടില്ല. ആ നിലപാട് എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അമേരിക്ക ഇക്കാര്യത്തിൽ ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നോ, അമേരിക്ക ഒരു തുറന്ന യുദ്ധത്തിലേക്ക്, ഒരു തുറന്ന സംഘർഷത്തിലേക്ക് എത്തുന്നോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അമേരിക്ക കൂടി എത്തുമ്പോൾ ഇറാനെ സംബന്ധിച്ച് എത്രത്തോളം പിടിച്ചു നിൽക്കാനാകുമെന്ന് നമുക്ക് കണ്ടറിയണം. കാരണം അത്രത്തോളം വലിയ യുദ്ധ സന്നാഹങ്ങളാണ് അമേരിക്കയുടെ പക്കലുള്ളത്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ നമ്മളെല്ലാം തന്നെ വ്യാഖ്യാനിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇറാൻ പിന്തിരിഞ്ഞോടും, ഒപ്പം തന്നെ ഇതിൽ നിന്ന് മുട്ടുമടക്കും എന്നൊക്കെയായിരുന്നു വലിയ രീതിയിൽ വിദഗ്ധരൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ട് 7 ദിവസം അവർക്ക് അതിജീവിക്കാൻ സാധിക്കുന്നു. അതും അതിജീവിക്കുക എന്ന് മാത്രമല്ല, കനത്ത പ്രഹരം ഇസ്രായേലിന് നൽകിക്കൊണ്ട് അയൺ ഡോം സംവിധാനങ്ങളെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഇറാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വലിയ രീതിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം പ്രധാനപ്പെട്ട എല്ലാ നഗരത്തിലും ഈ സൈറൻ മുഴങ്ങുന്ന സാഹചര്യം അത്രത്തോളം ആശങ്കയുയർത്തുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. സൈന്യവും അതേ സമാനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ആക്രമണത്തിലേക്ക് നീങ്ങുക എന്നുള്ള ലക്ഷ്യമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം അത് ഇന്നിപ്പോൾ ഹെവി വാട്ടർ ന്യൂക്ലിയർ സംവിധാനങ്ങളൊക്കെ ആക്രമിച്ചതിലൂടെ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം ആദ്യം ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു, ഒപ്പം തന്നെ പിന്നീട് സൈനിക കേന്ദ്രങ്ങളായിരുന്നു. അത് പിന്നീട് ഒരു പടി കൂടി കടന്നുകൊണ്ട് എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്നത്, ഇറാനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്രോതസ് ഈ എണ്ണപ്പാടങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത്. അപ്പോൾ ഒരുപക്ഷെ ഇറാൻ കീഴടങ്ങാൻ സമ്മതിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ന്യൂക്ലിയർ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് വഴിവെക്കും. അതിന് ആ ഒരു ഡീൽ ഉറപ്പിക്കാൻ ഇറാൻ തയ്യാറാകുമെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അതിലൊന്നും തന്നെ ഒട്ടും ഭയക്കാതെ ഈ ഒരു സംഘർഷവുമായി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണമായി മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന പ്രതികരണം, ഇസ്രായേൽ മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഇസ്രായേൽ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ഷാരൻ ഹക്കീൽ കോൾസ് ഇറാൻസ് ബാലിസ്റ്റിക് മിസൈൽ സ്ട്രൈക്ക് ഓൺ ബറീൻ സ്നാബാസ് സൊറൂക്ക ഹോസ്പിറ്റൽ ഡെലിബറേറ്റ് ആൻഡ് ക്രിമിനൽ എന്നാണ്. ഇറാൻ മസ്റ്റ് ജസ്റ്റ് ഹിറ്റ് സൊറൂക്ക ഹോസ്പിറ്റൽ ഇൻ Beersheba with a ballistic missile, not a military base, a hospital. This is the main medical center for Israel's entire region. Deliberate criminal, civilian target. The world must speak out. ഷാരൺ ഹാസ്കറ്റ്. അതായത് അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവർ വലിയ നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായി എന്നുള്ള ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 16ഓളം പേർക്ക് നിസ്സാരമായി പരിക്കേറ്റു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ IDF പുറത്തുവിടുന്നത്. അപ്പോൾ ഇറാൻ ആക്രമണം നിർത്തുന്നില്ല, അമേരിക്കയുടെ മുന്നറിയിപ്പുകൾക്ക് ഫലം ഉണ്ടാവുകയുമില്ല. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് കാരണം ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് സൊറോക്കോ മെഡിക്കൽ സെന്റർ എന്ന് പറയുന്നത്. ഏകദേശം 10,000-ലധികം ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന ഒരു ഇടമാണ്. അത്രത്തോളം വലിയ ഏക്കർ കണക്കിന് വസ്തുവിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശം തന്നെയാണ്. അവിടെ നിരവധി കെട്ടിടങ്ങളുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായി. അതിൽ പ്രധാന ബ്ലോക്കിലേക്കാണ് ഇത്തരത്തിൽ മിസൈൽ വന്ന് പതിക്കുകയും ചെയ്തത്. അതിൽ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആളുകളൊക്കെ തന്നെ ഈ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്നത്. അവിടെ നിരവധി ആളുകൾ ചികിത്സയിലുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാന ബ്ലോക്കിലാണ് ഇത്തരത്തിൽ ഈ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. അതിൽ അപലപിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളൊക്കെ രംഗത്ത് വരികയും ചെയ്തു. കാരണം സ്വാഭാവികമായും ഇത്തരത്തിൽ ആശുപത്രികളിലൊക്കെ ഇത്തരത്തിലൊരു അറ്റാക്ക് നടത്തുന്നത് ലോകരാജ്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഈ ഒരു അറ്റാക്കിനെ അവർ അപലപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ എത്ര പേർക്ക് പരിക്കേറ്റു എന്നടക്കമുള്ള ഒരു കൃത്യമായ വിവരം ഇനി എന്തായാലും വരും നിമിഷങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. എന്തായാലും സാരമായ പരിക്കേറ്റുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ നിസ്സാരമായ പരിക്കുകൾ മാത്രമാണോ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നവർക്ക് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് ടെല്ലവീവിലെ കാര്യമാണ്. ടെല്ലവീവിൽ സമാനമായ സാഹചര്യമാണ്. അതായത് നിലവിൽ ഇവിടെ ഈ തെക്കൻ ഇസ്രായേൽ ഈ ഹോസ്പിറ്റലാണ് ആക്രമിച്ചതെങ്കിൽ ടെല്ലവീവിലെ നഗരപ്രദേശങ്ങളിൽ ജനവാസ മേഖലകളിലാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തിയത്. അത് കൃത്യമായി ലക്ഷ്യം കണ്ടു എന്നുള്ളത് തന്നെയാണ്. അതിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതേസമയം ഇതിൽ ഇസ്രായേൽ ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ പോലും തന്നെ ഇറാനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ വാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കും. കാരണം ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനോടകം തന്നെ 500-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള ഒരു ഔദ്യോഗിക കണക്കല്ല എങ്കിൽ പോലും തന്നെ അത്രത്തോളം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന. അത്രത്തോളം വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും പ്രത്യാക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ തുടരുകയാണ്.
ബലാബലം അത് ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഇറാനെ ഏതാണ്ട് അവരുടെ പല സംവിധാനങ്ങൾ നാമാവശേഷമാക്കി എന്ന് പറയുമ്പോഴും ശക്തമായ ബലിസ്റ്റിക് മിസൈൽ പ്രയോഗം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ചൈനയുടെയും മറ്റും സഹായം ഇറാൻ ഉണ്ട് എന്നുള്ള സൂചന അടക്കം പുറത്തു വരുന്നുണ്ട്. ചില വിമാനങ്ങളൊക്കെ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് പോയതൊക്കെ നമ്മുടെ സംവിധാനങ്ങളിൽ കാണാൻ സാധിച്ചു. അത് ആയുധങ്ങളാണോ മറ്റെന്തെങ്കിലും സഹായമാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്.